കോൺഗ്രസ് വയനാട്ടിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇവിടുത്തെ ഭരണകൂടത്തിനോ CPM-നോ ചില മാധ്യമങ്ങൾക്കോ വേണ്ട എന്നുള്ളത് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇത് ചില തീരുമാനങ്ങളും പ്രഖ്യാപിച്ച ഡേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയപ്പോൾ ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആഹ്ലാദത്തിൽ വലിയ രീതിയിലുള്ള എതിർ പ്രചരണങ്ങൾ നടത്തിയ ആളുകളാണ്. ഇപ്പൊ കോൺഗ്രസ് ഇതിനു വേണ്ടി സ്ഥലം വാങ്ങി എന്ന് പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ജനതക്ക് അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കേണ്ട വീടുകൾ വെക്കാൻ ഭൂമി വാങ്ങി എന്ന് പറയുമ്പോൾ അപ്പൊ എന്തിനാ CPM-ഉം കൈരളിയും ദേശാഭിമാനിയും ഇത്രയും അസ്വസ്ഥരാവുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ്, ഇതിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുമ്പ് വലിയ ട്രോളുകളും പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകൾ ഇതിനു വേണ്ടി ഭൂമി കോൺഗ്രസ് രജിസ്റ്റർ ചെയ്തു എന്ന് അറിയുമ്പോൾ അതിന്റെ ചൂട് CPM-ന് തട്ടുകയാണ്, ദേശാഭിമാനിക്ക് തട്ടുക, കൈരളിക്ക് തട്ടുക. അപ്പൊ പിന്നെ ആ സ്ഥലത്ത് ആന വരുന്നുണ്ടോ, പുലി വരുന്നുണ്ടോ, പൂച്ച വരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ച ഞങ്ങൾ ഇത് ചെയ്യില്ല, ഞങ്ങളിത് ചെയ്യാതിരിക്കുമ്പോ ഇപ്പോഴുള്ള ഈ ഭരണവിരുദ്ധ വികാരം വയനാടിന്റെ വീടിന്റെ പേരിൽ കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും മറിച്ചൊരു വികാരം ഉണ്ടാക്കാമെന്നുള്ളതാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും ബോധ്യം വരുന്ന തരത്തിൽ തന്നെ അതിന്റെ നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു മുന്നോട്ട് പോയി 100 വീടും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കും. അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമല്ല.